പാതിരികളെ മഠത്തിൽ അമ്മമാരെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചാൽ അവിഹിത ബന്ധം പിടിക്കപ്പെട്ടപ്പോൾ എലിവിഷം കഴിച്ച് ആത്മഹത്യ ചെയ്ത കണ്ണൂർ ജില്ലയിലെ റവറന്റ് ആന്റണി മുഞ്ഞനാട്ട്, അതുപോലെ പ്രസവിച്ച ഉടനെ നവജാത ശിശുവിനെ കെട്ടിടത്തിന് മുകളിൽ നിന്നെറിഞ്ഞു കൊന്ന എലൂരുവിലെ സെയിന്റ് ജോസഫ് കോൺവെന്റ് അന്തേവാസിയായ യുവ കന്യാസ്ത്രീയുടെയും ഒക്കെ വാർത്തകൾ കേട്ടപ്പോൾ പലരും പറഞ്ഞു, ഈ പാതിരികളെയും കന്യാസ്ത്രീകളെയും ഒക്കെ പിടിച്ച് വിവാഹം കഴിപ്പിച്ചയച്ചാൽ ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങൾ തീരും എന്ന്. ശരിയാണ്, ഇവരെ വിവാഹം കഴിക്കാൻ അനുവദിച്ചാൽ ഒരു പരിധിവരെ ഇവരുടെ ലൈംഗിക ദാരിദ്ര്യം അവസാനിക്കും. എങ്കിലും മതിലുചാട്ടം അവസാനിക്കുവാൻ സാധ്യതയില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കുമ്പസാര പീഡന കേസിലെ പ്രതികളായ ഓർത്തഡോക്സ് പാതിരികൾ എല്ലാവരും തന്നെ വിവാഹിതരും കുട്ടികളുള്ളവരും ആയിരുന്നു. ഇവരെ വിവാഹം കഴിക്കുവാൻ അനുവദിച്ചാൽ കല്യാണ ചെലവും പ്രസവമെടുക്കലും, എന്തിന് കുഞ്ഞിന് ഡയപ്പർ വരെ മേടിച്ചു കൊടുക്കേണ്ടുന്ന, പ്രസവം നിർത്തേണ്ടുന്ന ബാധ്യത വരെ ഇടവകയിലെ മുണ്ണക്കുഞ്ഞുങ്ങളുടെ തലയിൽ വന്നു ചേരും. പാതിരിക്ക് പിറന്ന കിടാവിന് ജട്ടി മേടിച്ചു കൊടുത്താൽ, പാതിരിയുടെ പൊണ്ടാട്ടിക്ക് പാട് മേടിച്ചു കൊടുത്താൽ സ്വർഗത്തിൽ പോകും എന്ന് കരുതി മുണ്ണകൾ പള്ളിയിൽ കിടന്ന് അടിപൊളി കൂടും, മത്സരിക്കും. പാവപ്പെട്ട വിശ്വാസികൾക്ക് ഇതൊരു ബാധ്യതയായി മാറും എന്ന് ഉറപ്പാണ്. ഈ വ്യാധി ഒഴിഞ്ഞു പോകാനുള്ള ഏക പരിഹാരം ബിഷപ്പ് ഹൗസുകൾ എല്ലാം കൊണ്ടും സ്വയം പര്യാപ്തമാണെന്നാണ് ഇവർ പറയുന്നത്. ചങ്ങനാശ്ശേരി അതിരൂപതയിൽ തിന്നാൻ പന്നിയെ വരെ ഇവർ വളർത്തുന്നുണ്ട്. ഇതുപോലെ ഇവന്മാർക്ക് വിഷമിറക്കുവാനുള്ള സംവിധാനങ്ങൾ ചെറിയൊരു കെട്ടിടം നിർമ്മിച്ച് ബിഷപ്പ് ഹൗസിൽ തന്നെ ഒരുക്കി കൊടുക്കുക. അവിടെ പാതിരികൾക്കും ബിഷപ്പന്മാർക്കും വന്ന് എല്ലാ ആഴ്ചകളിലും ഇടവകകളിൽ പോകുന്നതിന് മുമ്പ് വിഷമിറക്കി ഇന്ധന ടാങ്ക് കാലിയാക്കി പോകുവാനുള്ള അവസരം വിശ്വാസികളായി തന്നെ ഒരുക്കണം. അതിന് പറ്റാവുന്ന അക്രോബാറ്റിക് സെക്സ് എക്സ്പേർട്ടുകളെ ശമ്പളം കൊടുത്ത് അവിടെ നിയോഗിക്കുക. കാര്യം കഴിഞ്ഞ് പോകാൻ നേരം ഞങ്ങൾ ദൈവത്തോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് റൂഷ്മ വരച്ചു പോയാൽ അവരുടെ സ്വഭാവം മാറും. ഇതുപോലെ മഠങ്ങളിലും കേന്ദ്രങ്ങൾ തുടങ്ങുക. വൈ ദ പ്രീസ്റ്റ് ഹാവ് ഓൾ ദ ഫണ്ട്സ്. ഈ വിഷയത്തിൽ കത്തോലിക്ക സഭാംഗമായ അക്സ അന്ന എലിസബത്തിന്റെ വാക്കുകൾ കേൾക്കുക. ഞാൻ അക്സ അന്ന എലിസബത്ത്. സാർ കഴിഞ്ഞ ദിവസം ഹോളി മദർ എന്നും പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ടില്ലേ, കളി കാര്യമായി കന്യാസ്ത്രീ പ്രസവിച്ചു, കൊച്ചു പാതിരി പിടിയിൽ നിന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് ഒന്ന് രണ്ട് കാര്യം ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പൊ സാറിന്റെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്, സാറിന് നല്ല വിശ്വാസമുള്ള ആളാണ്, ക്രിസ്തു നല്ല വിശ്വാസമുള്ള ആളാണ്. പക്ഷെ ഇത് കാണിക്കുന്ന കപട നാട്യക്കാരെ ആണ് സാറിന് ഈ ദേഷ്യം മൊത്തം. അപ്പൊ ഞാനിത് പറയുമ്പോൾ സാർ ചോദിക്കില്ല എന്നോട് വിശ്വാസമുള്ള ആളാണ്, വിശ്വാസം ഇല്ല നിരീശ്വരവാദിയാണോ എന്നൊന്നും ചോദിച്ചേക്കരുത്. ഞാനും വിശ്വാസിയാണ്. അപ്പം നമ്മുടെ ക്രിസ്ത്യാനിറ്റിയുടെ ബേസ് എന്ന് പറയുന്നത് കന്യക ഗർഭം ധരിച്ച് ദൈവപുത്രനെ പ്രസവിച്ചു എന്നുള്ളതാണ്. അത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഗ്രീക്ക് സിവിലൈസേഷനിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സംഭവമുണ്ട്. പ്രൊമത്തീസ് എന്ന് പറയുന്ന ആ ദേവനാണ് മനുഷ്യർക്ക് തീ മോഷ്ടിച്ച് നൽകി മനുഷ്യരാശിയെ സഹായിച്ചതെന്നുള്ളത്. അതാ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ ഹിന്ദുയിസത്തിലേക്ക് ചെന്ന് കഴിയുമ്പം നമ്മൾ അവിടെ പല ഗോഡിനെ കാണുന്നുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ഗണപതി. അപ്പം തല ആനയുടെയും ഉടലും മനുഷ്യന്റെയാണ്. അതും നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നുണ്ട്. ഇനിയിപ്പം മുസ്ലിംസിന്റെ ഇതിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവർ അള്ളാഹുവിനെ വിശ്വസിക്കുന്നു. ഇവിടെ നന്നായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ അവർക്ക് പൂന്തോപ്പും പൂനുങ്കാവനവും പിന്നെ അവിടെ അവർക്ക് പല ഓഫറിങ്സ് കിട്ടുന്നുവെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ബുദ്ധിസത്തിലായാലും അവർ നിർവ്വാണത്തിലായിട്ട് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞാനും വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ ക്രിസ്ത്യാനിറ്റിയുടെ ബേസിലായിട്ട്. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ കാര്യം പറയുവാണെങ്കിൽ നമുക്കറിയാം, ശബരിമലയിലായിട്ട് മകരവിളക്ക് തെളിയുന്നതും ഇതിലെല്ലാം എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. വിശ്വസിക്കാത്തവരുണ്ട്, നിരീശ്വരവാദികളായിട്ടുള്ളവരും ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തില് ഈ വിശ്വാസം എന്ന് പറയുന്നത്, ഇപ്പൊ കുട്ടിക്കാലത്താണെങ്കിൽ നമ്മള് കുട്ടികളോട് പറഞ്ഞു കൊടുക്കത്തില്ലേ, സൂര്യൻ രാവിലെ ഉദിക്കുന്നു, എന്നിട്ട് വൈകിട്ടാകുമ്പോൾ സൂര്യൻ ഉറങ്ങാൻ പോകുന്നു, നാളെ സൂര്യൻ വരത്തുള്ളൂ എന്ന് കൊച്ചു പിള്ളേരോട് കഥ പറഞ്ഞു കൊടുത്ത് നമ്മളവരെ ഉറക്കും. അപ്പം വൈകിട്ട് ചന്ദ്രൻ വരും, അന്നേരം ചന്ദ്രൻ വന്നു, ചന്ദ്രൻ
അല്ലെ ആകുമ്പോഴത്തേക്കും ഉറങ്ങാൻ പോകുന്നുള്ളൂ. ഇത് പഠിച്ച് വളരുന്ന കുട്ടികൾ ഒരു 5ാം ക്ലാസ് ഒക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്കുമാണ് സൗരയൂഥത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഭൂമിയുടെ ഭ്രമണപഥത്തെക്കുറിച്ചും ഭൂമിയുടെ അച്ചുതണ്ടിൽ നിന്ന് കറങ്ങുന്നതിനെ കുറിച്ചും ഒക്കെ മനസ്സിലാവുന്നത്. അന്ന് അവർക്ക് മനസ്സിലാകും സൂര്യൻ ഒരിടത്തും ഉറങ്ങാൻ പോയിട്ടില്ല, സൂര്യൻ അവിടെ തന്നെ കത്തിച്ചൊലിച്ചുകൊണ്ട് നിൽപ്പുണ്ട്, ചന്ദ്രനും ഒരിടത്തും പോയൊന്നുമില്ല എന്നുള്ളതും അതിൻ്റെ ആ റൊട്ടേഷനും എല്ലാം അവർക്ക് അന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നമ്മുടെ മതവിശ്വാസം എന്ന് പറയുന്നത് ഏകദേശം ഇതുപോലെ തന്നെയാണ്. കുട്ടിക്കാലത്ത് കുറെ കഥകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു പഠിപ്പിക്കും, അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകും. നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഒരു കാലഘട്ടത്തിൽ എത്തിക്കഴിയുമ്പോൾ അതിൽ പലതും തെറ്റാണ്, അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് നമുക്കറിയാമെങ്കിലും നമ്മളാരും ഉറക്കെ പറയാറില്ല. അപ്പൊ ശരിക്കും വിശ്വാസത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും ഒരു ബോർഡർ ലൈൻ എന്ന് പറയുന്നത് ഈ സൂര്യൻ ഉദിക്കുന്നതും സൂര്യൻ ഉറങ്ങാൻ പോകുന്നതും ഉള്ള ആ ഒരു ഇതാണ്. അപ്പൊ അവിടെ നിന്ന് നമ്മളൊരു മതത്തെയോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെയോ കാണുന്നവർക്ക് അന്ധവിശ്വാസിയായോ ഇനി നിരീശ്വരവാദിയായോ ഒന്നും പോവില്ല. നമ്മൾ ജനിച്ചു വളർന്ന ആ സംസ്കാരത്തിന്റെയും ആ മതത്തിന്റെയും അന്ധതയിലേക്ക് പോകാതെ ഒരു ബാലൻസ്ഡ് ആയിട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് അവിടെ എത്തുന്നത്. അപ്പോ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഈ നമ്മുടെ പണ്ട് കാലത്ത് ഈ ഫാമിലി പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്ന, അതൊന്നും അത്ര പ്രചരണത്തിലല്ലായിരുന്ന സമയത്ത് ചിലയിടത്തൊക്കെ കുറെ കുട്ടികളുണ്ടാവും. കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ദാരിദ്ര്യം അന്നത്തെ കാലത്ത് അതുണ്ട്. അപ്പൊ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആ വീടുകളിൽ നിന്ന് ഉള്ള ഒരു മോചനം പോലെയായിരുന്നു പണ്ടത്തെ കാലത്ത് ഈ കന്യാസ്ത്രീയാകാൻ വേണ്ടി മഠത്തിലോട്ട് പൊക്കോണ്ടിരുന്നത്. ഈ 10ാം ക്ലാസ് ആയിരുന്നു അന്നത്തെ ഒരു യോഗ്യത. 10ാം ക്ലാസ് കഴിയുമ്പോഴത്തേനും ഏതെങ്കിലും കോൺവെന്റിൽ നിന്ന് സിസ്റ്റർമാർ വന്ന് ആ പള്ളിയിലായിട്ട് ചെറിയ ഒരു മീറ്റിംഗ് പോലെ വെച്ച് കൂട്ടി അവിടെ കുറച്ചൊരു സെമിനാർ പോലെയൊക്കെ നടത്തി അതിൽ നിന്ന് കുട്ടികളെ കൊണ്ടുപോയി അവിടെ പാർപ്പിച്ച് ആണ് അവരെ സിസ്റ്റർ ആക്കിയിരിക്കുന്നത്. പിന്നെ ഒരിക്കലും മഠത്തിലോട്ട് ഇങ്ങനെ പോകുന്ന കുട്ടികൾക്ക് പിന്നെ ഒന്നാമത്തെ കാര്യം തിരിച്ച് വരാനുള്ളത് ഭയങ്കര ദുഷ്കരമാണ്. കാരണം അയലോക്കംകാരും സമൂഹത്തിലുള്ളവരും എല്ലാവരും പറയും മടം ചാടിയവൾ എന്ന പേരും ഉണ്ടാവും. പിന്നെ ഈ കുട്ടികൾ അങ്ങോട്ട് പോകുന്നത് ഇപ്പം ആ സെമിനാർ വെക്കുന്ന ആ ദിവസങ്ങളിൽ അവർക്ക് അവിടെ നല്ല ഫുഡൊക്കെ ഉണ്ടാവും. അപ്പം അവർ വിചാരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് അങ്ങോട്ടുള്ള മുന്നോട്ടുള്ളത് എന്ന് വിചാരിച്ച് തന്നെയാണ് അവർ അതിലേക്ക് ജോയിൻ ചെയ്യുന്നത് തന്നെ. കാരണം ദാരിദ്ര്യം വീട്ടിൽ നന്നായിട്ടുണ്ട്. അപ്പം ഈ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന ഒരു വഴിയും കൂടെ ഇതുണ്ട്. അപ്പോൾ അങ്ങനെ പോയി കഴിയുമ്പോഴത്തേനും അവരവിടെ ആദ്യത്തെ ഒരു വർഷം അവിടെ നിൽക്കുന്നു. അപ്പോൾ അവർക്ക് നന്നായിട്ട് ഫുഡും അവർക്ക് നല്ല എൻജോയ്മെൻറ്റും എല്ലാം അവർക്ക് അവിടെ ഉണ്ട്. പാട്ടും കളിയും ശരിയെല്ലാം ആയിട്ട് അവിടെ നിൽക്കും. അപ്പോൾ അവർക്ക് വീട്ടിലെ കഴിഞ്ഞ് നല്ല ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ ഒരു വർഷത്തേനും പറഞ്ഞാണ് ആദ്യം പോവുക. പിന്നെയാണ് അവർ സാധാരണ ഈ സിസ്റ്റർ പഠിക്കുന്നു, മനസ്സിലമ്മ പഠിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങ് തിരിച്ചു പോകുന്നത്. പോയി കഴിഞ്ഞിട്ട് ഇപ്പം 3-4 വർഷത്തെ പഠനത്തിന് ശേഷം അപ്പോഴത്തേക്കും 18 വയസ്സൊക്കെ ആകും. 15 വയസ്സിലൊക്കെ പോയി ഒരു വർഷം അവിടെ മഠത്തിലമ്മയാകാൻ പറ്റുമോ നോക്കുന്ന ഒരു സ്റ്റേജാണ്. അത് കഴിഞ്ഞിട്ടാണ് സാധാരണ ഇവരെ ഈ ഒരു സ്റ്റേജിലേക്ക് മഠത്തിലമ്മയാകാൻ പഠിക്കാൻ വേണ്ടി 3-4 വർഷത്തെ പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഉടുപ്പൊക്കെ ഇടിപ്പിക്കുന്നത്. ഉടുപ്പിടയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇവർക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല. അത് കഴിയുമ്പോഴത്തേക്കും കാരണം മഠത്തിലമ്മയായി അവിടുത്തെ അംഗമായി കഴിഞ്ഞിട്ട് തിരിച്ചു വരിക എന്ന് പറയുന്നത് ഒട്ടും നടക്കില്ല. അതിൻ്റെ ഇടയ്ക്ക് ചിലരൊക്കെ തിരിച്ചു വരാറുണ്ട്. എന്നാലും മടം ചാടിയവൾ എന്ന പേരിലായിട്ടായിരിക്കും അറിയപ്പെടുന്നത്. ചിലർ കല്യാണം കഴിച്ചു പോകും, ചിലർ അങ്ങനെ നിൽക്കുന്നവരുണ്ടാവും. പിന്നെ അതങ്ങനെ അങ്ങ് പോകുന്നു. എന്നാലും മടം ചാടിയവൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർക്ക് അതൊരു ഭയങ്കര ഷെയിമാണ്. അപ്പൊ ഉടുപ്പിട്ട് കഴിഞ്ഞിട്ട് ഇവരിലേക്ക് ഈ അനുസരണം എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു വ്രതം പോലെ അവരെ അങ്ങ് അടിച്ചേൽപ്പിക്കും. അത് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല.
നമുക്ക് വേണ്ടി ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം നമ്മുടെ സുപ്പീരിയേഴ്സ് ആയിരിക്കും. അവർ പറയുന്ന പോലെ ചെയ്യണം. അത് ലംഘിച്ചു കഴിഞ്ഞാൽ ഈ വ്രതത്തിന്റെ ലംഘനമാണ്. അപ്പോൾ പിന്നെ അവരെ മഠത്തിൽ നിന്ന് പുറത്താക്കും. അപ്പോൾ അവരെ എന്തുകൊണ്ടും, കാരണം കൊച്ചു കുട്ടികളായിരിക്കുമ്പോഴാണ് ഈ മഠത്തിന്റെ ഈ വലിയ മതിലിലേക്ക് ഇവർ പോകുന്നത്. പിന്നെ അവർക്ക് ലോകം എന്താണെന്ന് അറിയത്തില്ല. പിന്നെ ആ സുപ്പീരിയേഴ്സിന്റെ കയ്യിലെ കുരങ്ങന്മാരായിട്ട് അല്ലെങ്കിൽ പാവകളായിട്ട് തന്നെ ഇവര് ജീവിച്ചേ പറ്റൂ. കാരണം പുറത്തോട്ട് ഇറങ്ങിയാലത്തെ അവരുടെ ആ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ അറിയത്തില്ല. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പം നമ്മുടെ ബ്രോയിലർ കോഴിയില്ലേ, ബ്രോയിലർ കോഴീനെ നമ്മൾ അതിനെ മുട്ട വിരിയിപ്പിച്ച് അതിന് തീറ്റ കൊടുത്ത് വളർത്തിയിട്ട് നമ്മുടെ വീട്ടിലായിട്ട് അത് വളർത്താൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? അതിന് സ്വന്തമായിട്ട് തീറ്റ അത് കഴിക്കാൻ അറിയത്തില്ല. ഒരു പട്ടി വന്നു കഴിഞ്ഞാൽ പോലും അതിനെ ഓടി രക്ഷപ്പെടാൻ അറിയത്തില്ല. അതിന് ഈവൻ നടക്കാൻ പോലും അറിയത്തില്ല. ഏകദേശം ആ അവസ്ഥയാണ്. നമ്മുടെ നാട്ടുകോഴികളും ബ്രോയിലർ കോഴികളും പോലെ തന്നെയാണ് ഇതിങ്ങളുടെ അവസ്ഥ. അപ്പൊ അവർക്ക് പിന്നെ വേറെ ഒരു മാർഗമില്ല, അതിൻ്റെ അകത്ത് തന്നെ നിൽക്കുക എന്നുള്ളതാണ്. പിന്നെ പഠിച്ച് ഈ നേഴ്സുമാരാവുന്നവരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെഡിക്കൽ ഫീൽഡിലൊക്കെ ആവുന്നവരോ ആ സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ദുരനുഭവങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടാത്ത, അവർക്ക് അക്സെപ്റ്റ് ചെയ്യാത്ത അത് വന്നു കഴിയുമ്പം അതിൽ നിന്ന് രക്ഷപ്പെട്ട് സഹപ്രവർത്തകരുടെ സഹായത്തോടെ ഇവര് ഗൾഫിലൊക്കെ പോയി പിന്നെ കുടുംബജീവിതത്തിലേക്ക് പോകുന്നവരുണ്ട്. അപ്പൊ ആ ഒരു സ്റ്റേജ് എത്തണം എങ്കിൽ മാത്രമേ അവർക്ക് അതിൽ നിന്ന് പുറത്തേക്കൊന്ന് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. അത് അവരുടെ ഗതികേടുന്നോ നിവർത്തികേടുന്നോ എന്ത് വേണമെങ്കിലും നമുക്കതിനെ വിളിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു കേസിലായിട്ട് സംഭവിച്ചത് ചിലപ്പോൾ ഇവർക്ക് പുറത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടാവില്ല പണ്ടത്തെ പോലെ. കാരണം ഇത് കേൾക്കുമ്പോൾ സാർ അതിൻ്റെ അകത്ത് നേർച്ചയായിട്ട് കൊണ്ടു കൊടുക്കുന്ന ആ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്കൊരു ഓർമ്മ വന്നത്, ഞങ്ങൾ പണ്ട് ഞാൻ മെഡിക്കൽ ഫീൽഡിലായിരുന്നില്ല. അപ്പം ഞങ്ങൾ ജോലിയൊക്കെ തപ്പി ഇങ്ങനെ നടന്നിരുന്ന സമയത്ത് നമ്മുടെ വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലായിട്ട് ഞങ്ങളുടെ കൂട്ടത്തിലായിട്ട് ഒരു നേഴ്സുമാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഹിന്ദു നേഴ്സ് ഉണ്ടായിരുന്നു, ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി ഇങ്ങനെ ഗൈനിക്ക് ഇതിലായിട്ടായിരുന്നു, പ്രസവ വാർഡിലൊക്കെയായിരുന്നു വർക്ക് ചെയ്യുന്നത്. അപ്പം ചില ദിവസം വന്നു കഴിഞ്ഞിട്ട് നല്ല കലിപ്പിലാണ് വന്നു കഴിഞ്ഞിട്ട് ഈ സിസ്റ്റർമാരെ മൊത്തം ഞങ്ങളുടെ മുമ്പിൽ നിന്ന് തെറി പറയും. ഇവർക്ക് അപ്പൊ ഞങ്ങൾ ഇവരെ വിളിച്ച് സാറ് നൈറ്റ് തൊഴിലാളിന്നും പാതിരിപ്പാമ്പെന്നും ഒക്കെ വിളിക്കുന്ന പോലെ ഞങ്ങൾ ആ കാലത്ത് ഈ മടത്തിലമ്മമാരെയും ഈ പള്ളിയിലെ അച്ഛന്മാരെയൊക്കെ ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്ന പറ്റീര് ഉടുപ്പുകാരെന്നാണ്. കാരണം ഇവർ ഈ ഉടുപ്പ് ഇട്ടുകൊണ്ട് പറ്റിക്കാറുള്ളവരാണ്. അപ്പൊ ആ ചേച്ചി എഴുതുന്ന കലിതുള്ളു ഇവർക്ക് ഈ പറ്റീരുടുപ്പ് ഇട്ടുകൊണ്ട് പ്രസവിക്കണമെങ്കിൽ പിന്നെ എന്തിനാ ഈ പറ്റീരുടുപ്പ് ഇട്ടുകൊണ്ട് നടക്കുന്ന, ഇവർക്ക് പോയി ഇത് ചെയ്തുകൂടെ, കല്യാണം കഴിച്ചുകൂടെ, എന്തിനാ ഈ പറ്റീരുടുപ്പിടുന്നതെന്ന്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ചിലപ്പോൾ പ്രസവിക്കാൻ വന്നിരിക്കുന്നത് ഏതെങ്കിലും ഇങ്ങനത്തെ സിസ്റ്റേഴ്സ് ആയിരിക്കും. അപ്പൊ ആ ഇവര് വരുന്നത് ഈ ഉടുപ്പിട്ടോണ്ട് തന്നെയാണെന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ വിഷമകരമായിട്ടുള്ള കാര്യം. അപ്പൊ ഇവർക്ക് അറ്റ്ലീസ്റ്റ് അതൊന്നും മാറ്റിയിട്ടെങ്കിലും വേറെ ചുരിദാറോ സാരിയോ എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊണ്ട് വന്നുകൂടെ. കാരണം അന്നൊന്ന് എന്തെങ്കിലും പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് തന്നെ ആശുപത്രിയിൽ എഴുതിയും വെക്കും. അതിൽ തന്നെ ആയിരിക്കും ബാക്കി പ്രൊസീജിയേഴ്സ് നടക്കുന്നതും. പക്ഷെ ഇവർ ഈ ഉടുപ്പിട്ടുകൊണ്ട് തന്നെ ആയിരിക്കും അവരിറങ്ങി വരിക. ആ തലമുണ്ടും എല്ലാം ഉണ്ടാകും. മിക്കവാറും ക്രിസ്ത്യൻ ഹോസ്പിറ്റലുകളായിരിക്കും. കാര്യം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞ ക്വസ്റ്റ്യൻ മുല ഒട്ടത്ത് പോലും ഇല്ല. അതേപോലെ തന്നെ ഇവിടുത്തെ സുപ്പീരിയർ സിസ്റ്റേഴ്സ് വന്ന് ആ കുഞ്ഞിനെ എടുത്തു കൊണ്ടുപോയി അനാഥാലയത്തിൽ കൊണ്ട് വെക്കും. അന്നൊക്കെ അനാഥാലയങ്ങൾ അങ്ങനെ നടത്തുന്നതിന് യാതൊരു കുഴപ്പമില്ല. ഇന്നാണ് അതിനൊക്കെ റെസ്ട്രിക്ഷൻസ് വന്നത്. അപ്പോൾ ഈ ചേച്ചി ഹോസ്റ്റലിൽ കിടന്നിട്ട് ഈ തെറി മൊത്തം ഞങ്ങളോടാണ് പറയുന്നത്. അപ്പൊ ആ ചേച്ചിയും പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളിക്കാരി ഹിന്ദുവാണ്, പഠിച്ചതും എല്ലാം ക്രിസ്ത്യൻ ബോർഡിങ്ങുകളിലാണ്. അപ്പൊ അന്നത്തെ കാലത്ത് മിക്കയിടത്തും ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്, കൂടുതലും ബോർഡിംഗ് സ്കൂളുകളൊക്കെ നടത്തുന്നത്
ക്രിസ്ത്യൻസ് ആണ്. അപ്പോൾ ഈ ചേച്ചി ഒരു 7ാം ക്ലാസ് തൊട്ട് 8ാം ക്ലാസ് തൊട്ട് ബോർഡിങ്ങിലാണ് നിൽക്കുന്നത്. അപ്പം ബോർഡിങ്ങിൽ നിന്ന് കഴിയുമ്പോൾ ഇവര് ഹിന്ദു ആണല്ലോ, നിന്ന് കഴിയുമ്പോഴത്തേക്കും ഈ വൈകിട്ട് കാത്തലിക്സിന്റെ ഇതാണ്. അപ്പോൾ വൈകിട്ട് കൊന്ത ഉണ്ടാവും. അപ്പോൾ കൊന്ത ഉള്ളപ്പോഴത്തേക്കും ഈ ക്രിസ്ത്യൻ കുട്ടികൾ പോകുന്നത് പോലെ തന്നെ ക്രിസ്ത്യനിലെ ഏത് വിഭാഗക്കാരും, ചിലർക്കൊന്നും കൊന്ത വിശ്വാസം ഇല്ലാത്തവരുണ്ട്. അപ്പൊ റോമൻ കാത്തലിക്സ് ആണെങ്കിൽ കൊന്ത ഉപയോഗിക്കും, അത് പ്രാർത്ഥിക്കും വൈകിട്ട്. അപ്പൊ പോകുന്ന പോലെ തന്നെ ഈ ഹിന്ദു കുട്ടികൾ നിർബന്ധമായിട്ടും കൊന്തയ്ക്ക് പോകണം. അപ്പൊ ഇവരെ നിർബന്ധിച്ചാണ് വിടുന്നത്. അപ്പൊ ദേ ഹാവ് ടു ഗോ. അപ്പൊ അവർക്ക് അത് എതിർത്ത് പറയാൻ പറ്റത്തില്ല. വേറെ ഹോസ്റ്റൽ എന്നുള്ള നമുക്ക് അന്ന് വിദ്യാഭ്യാസ സൗകര്യമൊക്കെ വളരെ കുറവാണ്, അങ്ങനത്തെ ഓപ്ഷൻസ് ഇല്ല. എങ്ങനെയെങ്കിലും പഠിച്ച് രക്ഷപ്പെടണം എന്ന രീതിയിലായിട്ട് വീട്ടുകാരും ഇവരെ ഈ ഒന്ന് ബ്രെയിൻ വാഷ് ചെയ്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ അതൊക്കെ എങ്ങനെ സഹിച്ച് നിൽക്കും, നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചു കയറണം, സാരമില്ല അവിടെ പോയി ഇങ്ങനെ നിൽക്കുക എന്നും പറഞ്ഞുകൊണ്ടാണ് ഇവരെ വിടുന്നത്. അതുപോലെ തന്നെ ഈ ഹോസ്റ്റലുകളിൽ ഈ ബോർഡിങ്ങുകളിലെല്ലാം രാവിലെ കുർബാനയുണ്ട് 7 മണിക്ക്. അതിന് നിർബന്ധമായിട്ടും പോയേ പറ്റും. നമുക്ക് ഒരു എക്സ്ക്യൂസ് കിട്ടുന്നത് എന്തെങ്കിലും അസുഖം വല്ലതും ആണെങ്കിൽ മാത്രമല്ല. അല്ലെങ്കിൽ നിർബന്ധമായിട്ട് ഹിന്ദു കുട്ടികൾ അവിടെയുള്ള എല്ലാ കുട്ടികളും, ആ ഹോസ്റ്റലിൽ ബോർഡിങ്ങിൽ താമസിക്കുന്ന എല്ലാ കുട്ടികളും നിർബന്ധമായിട്ട് പോയിരിക്കണം. ഇതിനെല്ലാം പോയി കഴിഞ്ഞിട്ട് ചിലപ്പോൾ 10ാം ക്ലാസ് ഒക്കെ കഴിയാകുമ്പോഴത്തേക്കും ആ സമയത്ത് ഒരു ധ്യാനം പോലെ ഈ ഹോസ്റ്റലുകളിൽ ഈ സ്കൂളുകളിലുണ്ടാവും. ഇതിന് വരുന്ന ഈ വചനപ്രഘോഷകർ എന്ന് പറഞ്ഞു വരുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, ആ കൂട്ടത്തിൽ അച്ഛന്മാർ കാണും, ചിലപ്പം സിസ്റ്റേഴ്സ് കാണും, ചിലപ്പോൾ അല്ലാണ്ടുള്ള ആൾക്കാർ കാണും, എല്ലാവരും കാണും. അപ്പൊ ഇവർക്കൊക്കെ പരിശുദ്ധാത്മാവ് അങ്ങോട്ട് കയറി അങ്ങ് നിറഞ്ഞു നിൽക്കുന്നവരാണ്. അപ്പൊ ഇവർക്ക് പരിശുദ്ധാത്മാവ് കയറി നിറഞ്ഞു കഴിഞ്ഞിട്ട് ഇവരിരുന്ന് പറയും ഹിന്ദുക്കൾ ബഹുദൈവ വിശ്വാസികളാണ്, 300-3000 കോടി ദൈവങ്ങളുണ്ട്, അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഈ ഹിന്ദു കുട്ടികളെ വെച്ചിരുത്തിയാണ് ഈ പറയുന്നത്. അതുകൊണ്ട് അവർക്ക് ക്രിസ്ത്യൻ പള്ളികളിൽ വന്ന് പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമില്ല, അവർക്ക് പ്രാർത്ഥിക്കാം, അങ്ങനെ ഇങ്ങനെയാന്ന് പറയും. എന്നിട്ട് പറയും ഇവരെല്ലാവരും അന്ധവിശ്വാസികളാണ്, ഇവരെല്ലാവരും കൂടോത്രം ചെയ്യും, ആഭിചാരം ചെയ്യും, ഇവരുടെയൊക്കെ കൈ കിടക്കുന്ന ഏലസിലായിട്ട് അകത്ത് അതും ഇതും അങ്ങനെ തന്നെ നഖമുണ്ട്, മുടിയുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാണ് ഇവരെ ശരിക്കും അപമാനിക്കുന്ന രീതി. കാരണം ഈ പിള്ളേരെ വെച്ചാണ് ഈ പ്രശ്നങ്ങളും ഇതുമൊക്കെ. പിന്നെ നമ്മളോട് പറയും നമ്മൾ ഏകദൈവ വിശ്വാസികളാണ്, അതുകൊണ്ട് ഇങ്ങനെ ശബരിമലയിൽ നിന്നൊന്നും വരുന്ന ഈ ഇതൊന്നും കഴിക്കരുത്, അതൊക്കെ നമ്മുടെ പാവങ്ങളാണ്, അതാണ്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് ഇതെല്ലാം ശരിക്കും പറയുകയാണെങ്കിൽ ഈ കുട്ടികളെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസംഗങ്ങളാണ് അവിടെ നടക്കുന്നത്. അപ്പം നമുക്കും കേൾക്കുമ്പം അതൊരു വിഷമമാണ്. അതൊക്കെ ഒരു 2-3 ദിവസം ഉണ്ടാവും. അവസാനം സാറിന്റെ ഭാഷയിലുള്ള സൂത്രമൊക്കെ പറഞ്ഞ് സ്വോത്ര കാഴ്ചയൊക്കെ ഇടിയിപ്പിക്കും. കുറച്ചുപേരൊക്കെ ഇടും, കുറച്ചു പേരൊന്നും ഇടത്തില്ല, അങ്ങനെ അതങ്ങ് കഴിയും. അപ്പൊ ഈ ചേച്ചിക്ക് ഈ ദേഷ്യം മൊത്തം കിടപ്പുണ്ട്. അപ്പൊ ഈ ചേച്ചി നേഴ്സിങ്ങിനാണ് പഠിച്ച് നേഴ്സായി ഒരു നല്ല അന്ന് അവിടെ ഒരു വലിയ കുഴപ്പമില്ലാത്ത ഒരു ശമ്പളത്തിലാണ് ആ ചേച്ചി നിൽക്കുന്നതും. അതുപോലെ തന്നെ ഈ ചേച്ചി പുറത്തോട്ട് പോകാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കലിപ്പ് മൊത്തം അവിടെ അന്ന് ഏതെങ്കിലും ഈ കന്യാസ്ത്രീ അമ്മമാര് പ്രസവിക്കാൻ വരുമ്പോഴും വേറെ ആവശ്യത്തിനും ഇങ്ങനെ ഗൈനിക്കായിട്ടുള്ള എന്തെങ്കിലും ആവശ്യത്തിന് വന്നു കഴിഞ്ഞാലല്ല ഹോസ്റ്റൽ റൂമിൽ വന്ന് ചങ്ങക്കിട്ട് തീർക്കും. കാരണം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പം ഇത് സാധാരണയായിട്ട് നടക്കുന്ന കാര്യമാണ്, നടന്നുകൊണ്ടിരുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നേഴ്സിംഗ് സ്റ്റുഡൻസിനൊക്കെ ഇത് അറിയണം. അവർ പിന്നെ പുറത്ത് പറയാനുള്ള ഒരു ബുദ്ധിമുട്ടും കൊണ്ടൊക്കെയാണ് ഇത് പുറത്ത് പറയാത്തതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ പറയുന്നുണ്ടാകും. കാരണം നമ്മളൊക്കെ ആ പ്രായത്തിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ പേരൻസ് ഒക്കെ ആയിരുന്നാലും ഇങ്ങനെ പറയാമായിരുന്നു, അച്ഛന്മാരുടെ അടുത്തൊന്നും തന്നെ പോയേക്കരുത്, ആരെങ്കിലും കൂട്ടിയേ പോകാവുള്ളൂ എന്നുള്ളത് പറയുമായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഇത് അറിയാവുന്ന കാര്യം തന്നെയാണ്. പിന്നെ ആരും ഇതൊന്നും എതിരൊന്നും പറയാൻ പോകത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒറ്റപ്പെടുത്തും, ദൈവദോഷമാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ഇവര് ഈ പ്രസംഗത്തിന്റെ അതൊക്കെ ഇരുന്ന് പറയും 7 തലമുറ വരെ നിങ്ങൾക്ക് അത് അഭിഷിക്തർ, ഇവര് കർത്താവിന്റെ അഭിഷിക്തർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇവരെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് തലമുറയോളം നിങ്ങളുടെ വീട്ടിലായിട്ട് ശാപം നിൽക്കും, അതുകൊണ്ട് അത് പറയാൻ പാടില്ല എന്നുള്ളത് എന്നും പോലെ ഇതങ്ങ് ഇഞ്ചക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ ആരും ഇതിനെതിരെ പ്രതികരിക്കത്തും ഇതൊന്നുമില്ല.
അപ്പം ഈ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ പറയാൻ തന്നെ, ഈ അച്ഛന്മാരെ കെട്ടിച്ചുകൂടെ, അവർക്ക് കല്യാണം കഴിച്ചിട്ട് ആര് പറഞ്ഞിട്ടാണ് ഇവരിങ്ങനെ കല്യാണം കഴിക്കേണ്ടി നിൽക്കുന്നത്, അതിന്റെ ആവശ്യമില്ലല്ലോ, കല്യാണം കഴിച്ചുകൂടെ എന്നൊക്കെ ഓരോ സജഷൻസ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലായിട്ട് ഇങ്ങനെ കാണാറുണ്ട്. അപ്പോൾ ശരിക്കും കല്യാണം അവരെ കഴിപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അച്ഛന്മാരും ഒരു കല്യാണം സിസ്റ്റർമാരെ കൊണ്ട് അല്ലെങ്കിൽ ആരെ കൊണ്ടല്ല, ഈ അച്ഛന്മാരെ കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞാല് ഇപ്പം ബാക്കി ഇപ്പം യാക്കോബയിലും മാർത്തോമയിലും ഒക്കെ കല്യാണം കഴിക്കാമല്ലോ. ഇവിടെ കത്തോലിക്ക സഭയിൽ ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ച് ഇവർക്ക് കല്യാണം കഴിക്കാൻ ഒരു അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടുത്തെ കുടുംബം നോക്കാനുള്ള പിരിവും കൂടെ ഇടവകാംഗങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ ഇവർ മേടിക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. എല്ലാത്തിനും ഏതിനും എന്തിനും എല്ലാത്തിനും പൈസ ഇടവക അംഗങ്ങളെ കൊണ്ട് നിർബന്ധിത സംഭാവനയായിട്ടാണ് ഇവര് മേടിപ്പിക്കുക. അപ്പൊ സ്തോത്രകാഴ്ചയുടെ ആ സമയത്തൊക്കെ ചില പള്ളികളിലായിട്ട് ചിലടത്ത് സ്തോത്രകാഴ്ചയുടെ സമയത്ത് ആ കപ്പ്യാരച്ഛൻ തന്നെയായിരിക്കും, ചിലപ്പം ആ കപ്പ്യാര് തന്നെയായിരിക്കും ഈ പാത്രം കൊണ്ട് വരിക. ചിലയിടത്ത് ആ പാത്രം പാസ് ചെയ്തായിരിക്കും വരിക. ചിലയിടത്ത് പൈസയൊക്കെ കൂടുതൽ വേണം, പള്ളി പണിയോ എന്തെങ്കിലും അവിടെ പണികളോ സ്കൂളോ കോളേജോ ഒക്കെ നടക്കുന്ന പള്ളികളിലാണെങ്കിൽ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, അവിടുത്തെ ആ വികാരി തന്നെ ഈ പാത്രവും പിടിച്ചുകൊണ്ട് ഓരോരുത്തരുടെ അടുത്തോടെ വരും. അടുത്തോടെ വന്നിട്ട് ഇടാത്തവരുടെ ഫ്രണ്ടിലായിട്ട് അങ്ങ് തച്ചു നിൽക്കും, ഇടാണ്ട് പോകത്തില്ല. അപ്പൊ പള്ളി സാധാരണ ഈ വാക്കബിൾ ഡിസ്റ്റൻസ് ഒക്കെ ആയിരിക്കും. അപ്പൊ സ്ത്രീകളുടെയൊക്കെ കയ്യിൽ ചിലപ്പോൾ പൈസ കാണത്തില്ല. നമ്മൾ വെറുതെ ഇറങ്ങി പോകുന്ന പോലെ പോകുന്നു, നമുക്കൊരു വണ്ടിക്കൂലിക്ക് പോലും കാശ് എടുക്കേണ്ട ആവശ്യമില്ല. അവിടെ വന്നിട്ട് ഫ്രണ്ടിലായിട്ട് ഈ പാത്രം നീട്ടി പിടിച്ചോണ്ട് അവിടെ കുറച്ചു നേരം നിന്ന് നാണം കെടുത്തിയിട്ടേ പോത്തുള്ളൂ. അതൊരു രീതിയാണ്. അപ്പൊ അടുത്ത ആഴ്ച ശരിക്കും പറയുകയാണെങ്കിൽ എന്തുവാ, ഈ പള്ളി പോകുന്നുണ്ടെങ്കിൽ ആദ്യമേ ഈ സ്ത്രീകൾ എടുത്ത് പിടിക്കുന്നത് ഇടാനുള്ള കാശായിരിക്കും, അല്ലെങ്കിൽ അത്രയും പേരുടെ മുമ്പിൽ വെച്ച് നമ്മൾ അപമാനിക്കപ്പെടുവാണ്. പിന്നെ വേറൊരു മെത്തേഡ്, ഇവര് പൈസ ഇടാൻ വേണ്ടി ചെയ്യിപ്പിക്കുന്ന വേറൊരു മെത്തേഡ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവര് പറയും കർത്താവിന് കൊടുക്കുന്ന സാധനം നിങ്ങളൊന്ന് പൊക്കി കയ്യിലായിട്ട് കർത്താവ് കാണത്തക്ക രീതിയിലായിട്ട് പൊക്കി പിടിക്കാൻ പറയും. അപ്പം ഒരാളുടെ മുമ്പിൽ ഒരാളുണ്ടാവും, പുറകിലുണ്ടാവും, സൈഡിലും ഒക്കെ ഉണ്ടാവും. അപ്പൊ അവരെല്ലാരും കാണും പൊക്കി പിടിക്കുക. എന്നിട്ട് നിങ്ങൾ പരസ്പരം അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവരുടെ കയ്യിലെ നോക്കാൻ പറയും. എന്നിട്ട് നിങ്ങൾ തന്നെ അളന്ന് കുലുക്കിയ വിധവയുടെ ചില്ലിക്കാശിന്റെ ആ ഉപമയും കൂടെ പറഞ്ഞാണ് അവര് ഈ സാധനം ഇപ്പൊ പൊക്കി പിടിച്ചേക്കുമല്ലേ, അപ്പൊ എല്ലാരും കാണുമല്ലോ. അപ്പൊ പിന്നെ അങ്ങനെ ഇടിയിപ്പിക്കുന്നത്, അങ്ങനെ പല പല ടെക്നിക്കുകൾ ഇവർ പള്ളികളിലായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പം ഈ അച്ഛന്മാരെ കല്യാണം കഴിപ്പിക്കുക എന്ന ഒരു ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ ശരിക്കും ഇപ്പൊ തന്നെ ഇഷ്ടം പോലെ പിരിവാണ്. ആ കൂട്ടത്തില് ഇതും കൂടെ ആയി കഴിയുമ്പോഴത്തേനും ഉണ്ടല്ലോ നല്ല പിരിവ് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ഈ സെമിനാരിയിലായിട്ട്, അതായത് വൈദികരാകാൻ വേണ്ടി പോകുന്ന കുട്ടികളുണ്ടല്ലോ, ഞങ്ങളുടെയൊക്കെ കാലത്ത് എങ്ങനെയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പോകാമെന്നും പറഞ്ഞിട്ട് സെമിനാരിയിലായിട്ട് പോകുന്നവരുണ്ടായിരുന്നു. ഒരു വർഷം പോയി അവിടുത്തെ ഇംഗ്ലീഷ് നല്ല സൂപ്പറാ, നല്ല ട്രെയിനിങ്ങാ, പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. നന്നായിട്ട് അവർ ഇംഗ്ലീഷ് പഠിച്ചിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ അവർ പോയി പ്രീ ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത് പിന്നെ ഡിഗ്രിയും കഴിഞ്ഞിട്ട് പിന്നെ അവർ പുറത്തോട്ടോ എങ്ങോട്ടെങ്കിലും പോകും. പക്ഷെ ആ ഒരു വർഷത്തെ ആ സെമിനാരിയിലെ അവരുടെ ആ ട്രെയിനിങ് എന്ന് പറയുന്നത് നല്ല അടിപൊളിയാ. ഈ മിണ്ടാണ്ട് നാണം കുണുങ്ങിയായിട്ടിരിക്കുന്ന ആമ്പിള്ളേരൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ നല്ല മിടുക്കരായിട്ടാണ് വരുന്നത്. എന്ത് ട്രെയിനിങ് അവിടെ കൊടുക്കുന്നതെന്ന് അറിയില്ല. പിന്നെ അവർക്ക് നന്നായിട്ട് ഇംഗ്ലീഷും അറിയാം, സംസാരിക്കാനും അറിയാം, പിന്നെ മനുഷ്യരെ ഒന്ന് അഭിമുഖീകരിക്കാനുള്ള ഇതൊക്കെ ഉണ്ട്. പണ്ട് നമ്മുടെ ഇപ്പോഴത്തെ പറഞ്ഞത് ശരിക്കും ഒരു പേഴ്സണാലിറ്റി ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ഇത് ഉണ്ടല്ലോ, ഏകദേശം അതേ ഒരു രീതിയിലുള്ള ട്രെയിനിങ് ആണെന്ന് തോന്നുന്നു. അതാണ് അവര് നല്ല മിടുക്കരായിട്ട് വരും. അപ്പത്തേക്കും സാധാരണ അന്നൊക്കെ കൂടുതലും ഈ ഇടത്തരക്കാരൊക്കെ പോകുന്നത് സാധാരണ സ്റ്റേറ്റ് സ്കൂളിലാണല്ലോ, വലിയ. അപ്പൊ അവരുടെ ഇംഗ്ലീഷ് ആണെങ്കിൽ വളരെ മോശമാണ്. ഇന്നത്തെ സ്റ്റേറ്റ് സ്കൂള് പോലെ ഒന്നുമല്ല. ഇന്നൊക്കെ മിക്ക സ്കൂളുകളിലായിരുന്നാലും ഇംഗ്ലീഷ് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതൊന്ന് ഡെവലപ്പ് ആവാൻ വേണ്ടി വീട്ടുകാർ തന്നെ ആൺപിള്ളേരെ പറഞ്ഞു വിടും, പോയി ഇത് ഇംഗ്ലീഷൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോകാമെന്നും പറഞ്ഞുകൊണ്ട്.
വന്നു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ഇംഗ്ലീഷ് ആയിട്ടായിരിക്കും വരുന്നത്. പക്ഷെ അവര് പോയി ചിലർ തിരിച്ച് വരും, അവര് പിന്നെ നോർമലായിട്ട് അങ്ങ് പോകും. പക്ഷെ ഇൻ കേസ് ഓഫ് ഒരു പെൺകുട്ടിയാണ് പോകുന്നതെങ്കിൽ പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ മടം ചാടിയോളെന്നുള്ള ആ പേരുദോഷം ജീവിതകാലം മൊത്തം നിൽക്കും. അതുകൊണ്ട് തന്നെ വീണ്ടും അവരങ്ങനെ തിരിച്ചു വരുന്നവർ ഉണ്ട്, ഇല്ലെന്നൊന്നുമില്ല. ഞാനൊക്കെ പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇത് ഇവിടുന്ന് മടത്തിൽ നിന്ന് വന്നിരുന്ന 2 കുട്ടികളുണ്ടായിരുന്നു. അപ്പം ഒരാള് സിസ്റ്ററായി, മറ്റേ ആള് പക്ഷെ ഇട്ടിട്ട് പോയി. അതുകൊണ്ട് ഇല്ലെന്നൊന്നുമില്ല, പക്ഷെ അവരൊന്ന് ഉടുപ്പിടുന്നതിന് മുമ്പാണ് ആ കുട്ടി ഇട്ടിട്ട് പോയത്. അപ്പൊ അങ്ങനെയുള്ളവരും ഉണ്ട്. പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ ഈ പിള്ളേരെ ഈ മഠത്തിലേക്കൊക്കെ എടുക്കുന്ന ആ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു 15, 16, ഇപ്പൊ എനിക്ക് തോന്നുന്നു പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് +2 കഴിഞ്ഞിട്ടായിരിക്കും. ആ പ്രായം കഴിഞ്ഞാണ്, ആ യൗവനത്തിന്റെ ആ ആരംഭത്തിലാണ്. അപ്പൊ ആ സമയത്ത് ഈ വികാരങ്ങളെല്ലാം അടക്കി ഇവർ ഈ ഉടുപ്പിട്ട് കൈവെപ്പ് ശുശ്രൂഷ കിട്ടിക്കഴിയുന്ന ഉടനെ ഇവരുടെ ലൈംഗിക വികാരം എല്ലാം കൂടെ അങ്ങ് വാനിഷായി പോകും എന്നുള്ളതൊന്നും വിചാരിക്കാൻ നമുക്ക് പറ്റത്തില്ല. അത് മനുഷ്യ സഹജമാണ്. അപ്പം അവരപ്പോ ഇങ്ങനെ പോകുന്നതിനൊന്നും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അവരവരുടെ ആ ഒരു ഇതിലങ്ങ് നിവർത്തികേടും കൊണ്ടായിരിക്കാം ഈ ഉടുപ്പിൻ്റെ അകത്ത് വന്ന് കയറിയിരിക്കുന്നത് ഈ പെൺകുട്ടികൾ. അപ്പം പിന്നെ ഈ അനുസരണം എന്ന് പറയുന്ന ഈ ഒരു വ്രതവും കൂടെ എടുത്ത് അവരുടെ തലയിലോട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഇതായിട്ട് അവർ നിർബന്ധിതരാകുന്ന ഒരു സിറ്റുവേഷനാണ്. ഇത് പണ്ട് തൊട്ടേ ഉള്ള സംഭവമാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എല്ലായിടത്തും ഈ CCTV ക്യാമറകളും ഒക്കെ ഉണ്ടല്ലോ. പിന്നെ ആതുര സേവനം എന്ന് പറയുന്ന സഭയുടെ എല്ലാ ആശുപത്രികളും സേവനങ്ങളൊന്നും അല്ല നടക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പം ഒരു ആദ്യ കാലത്തൊക്കെ അവിടെ കൂടുതലും ക്രിസ്ത്യൻസ് തന്നെയായിരുന്നു ജോലിക്കുണ്ടായിരുന്നു, നേഴ്സുമാരായിട്ടും അല്ലാണ്ടും സ്വീപ്പേഴ്സായിട്ടും എല്ലാം. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, എല്ലാവരും തന്നെ ഉണ്ട്. അപ്പം ഞങ്ങളൊക്കെ പഠിച്ചിറങ്ങിയിരുന്ന ആ സമയപ്പോ തൊട്ടേ ഇങ്ങനെ ബാക്കിയുള്ളവരും ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉണ്ട്. പിന്നെ പുറത്തു പറയാനുള്ള ആ ഒരു ഇതാണ്. പക്ഷെ ഇതിപ്പോ ഇങ്ങനെ ഒരു തെളിവോടുകൂടി വന്നതുകൊണ്ട് മാത്രമാണ് ഈ മീഡിയയിലായിട്ട് വന്നത്. അല്ലെ പിന്നെ ഇത് പുറത്ത് വരത്തില്ലല്ലോ ഒരിക്കലും. ഇപ്പൊ തന്നെയായാലും ഇതിന് പഠിക്കാനുള്ള വിദ്യാർത്ഥിയാണ് എന്ന രീതിയിലൊക്കെയാണ് ചില ഇതിലൊക്കെ കണ്ടത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.